ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല ഒരു അടിപൊളി തോരനാണ് ഇന്ന് ചെയ്യുന്നത്. കടച്ചക്ക കൊണ്ട് ഒരു തോരൻ. ഇപ്പോൾ കടച്ചക്കയുടെ സീസണാണല്ലോ, എല്ലായിടത്തും ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നല്ല അടിപൊളി ഒരു തോരൻ ഇന്ന് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായിട്ടൊക്കെ ചെയ്യുന്ന ഒരു ഐറ്റം അല്ലേ. ഇപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് തോരൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ചെവിടെല്ലാം ഒന്ന് കളഞ്ഞിട്ട്, അപ്പോൾ ഇതിൻ്റെ കറയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് തോലി ഒന്ന് ചെത്തിക്കളയാം. ഇതൊക്കെ ഒരു സീസണിൽ കിട്ടുന്ന ഐറ്റമാണ് അല്ലേ. തൊലിയൊക്കെ ചെത്തി കളഞ്ഞ ശേഷം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നടല് കുറച്ചും കളയട്ടെ. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ കനം കുറച്ചും കൂടെ അരിഞ്ഞെടുക്കും. ഇതേപോലെ ഒന്ന് ചീകിട്ട് ഇനി ഇങ്ങനെ നടുക്കോട്ട് വയ്ക്കും. ഇനി ഇത് ഇങ്ങനെ അങ്ങോട്ട് അരിക്കും. ഇതേപോലെ കനം കുറച്ചൊക്കെ അരിഞ്ഞെടുക്കും. കനം കുറച്ചൊന്നും അരിഞ്ഞെടുക്കുക. എന്നിട്ട് വെള്ളത്തിലോട്ടിടുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ടിടുക, അല്ലെങ്കിൽ ഇത് കറുത്തു പോകും. ഇപ്പം നമ്മൾ ആ ഒരെണ്ണം മൊത്തം അരിഞ്ഞിട്ടുണ്ട്. ചുമ്മാ ആരും വാരി തിന്നാൻ റെഡിയാക്കിയാൽ നല്ലപോലെ ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. ഇപ്പോൾ നമ്മൾ ഈ കടച്ചക്കയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. വെള്ളം ഒന്ന് വാലാൻ വേണ്ടി വെക്കുന്നു. അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം നമുക്കൊരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം. അല്ല, പാനായാലും മതി. ഇത് ചൂടായ ശേഷം നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. 2-3 പച്ചമുളക്, ഇതുപോലെ പറ്റൽമുളക്, ഇതെല്ലാം കൂടെ നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്ത്, ഇതേപോലുള്ള തോരനൊക്കെ ഒരുമാതിരിപ്പെട്ട വീട്ടമ്മമാർക്കൊക്കെ അറിയാം കേട്ടോ. ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്, അതും സത്യമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഒരു മീഡിയം സൈസ് 2 സവാള അരിച്ച് വെച്ചിരിക്കുന്നത്, ഇതുപോലെ പൊടിയായിട്ട് അരിച്ച് വെച്ചിരിക്കുന്നത്, ആ സവാളയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇപ്പോൾ കടച്ചക്ക എന്തുമാത്രം അരിച്ച് വെച്ചിട്ടുണ്ടോ അതനുസരിച്ചുള്ള സവാളയും കൂടെ ചേർക്കണം. കൂട്ടത്തിൽ ഒരല്പം കറിവേപ്പില ഇങ്ങനെ അങ്ങോട്ട് മുറിക്കണം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഈ സവള ഒന്ന് വളർത്തിയെടുത്താൽ മാത്രം മതി, ഒരുപാട് സമയം അടുപ്പത്ത് ഇരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതേപോലെ ഈ ഒരു രീതിക്ക് മാത്രം മതി. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒരാഴ്ച നമുക്ക് പിന്നെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ അകത്ത് പെരുംജീരകപ്പൊടി, തീരെ പൊടിയായിട്ട് വേണ്ട, ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയായിട്ടല്ല, കുരുമുളക് നമ്മളിതുപോലെ ചതച്ചെടുത്താണ്. 1/2-3/4 ടീസ്പൂൺ അളവിൽ ആ കുരുമുളക് ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം ഒന്ന് മിക്സാകണം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് പച്ചവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കടച്ചക്ക ഒന്ന് വേകാനായിട്ടാണ്
അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തേ കേട്ടോ. ആ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനൊന്ന് അമിക്കി വെക്കാം. അപ്പോൾ തീയൊക്കെ ഒരു മീഡിയം രീതിയിൽ വെക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇനി നമുക്കിതിന് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കണം. നമുക്ക് അരപ്പിലുള്ള ഒരു തേങ്ങയുടെ പകുതി അത് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കൊച്ചുള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ സവോള ചേർത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ചതച്ച് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് മാത്രം ഒന്ന് കറക്കിയെടുത്തേച്ചാൽ മതി. ഒരുപാട് അരഞ്ഞും പോകല്ല, ഒന്ന് കറക്കിയെടുക്കും. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കാം. കാര്യം ഇത് വെന്തോന്ന് നോക്കണ്ടേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കിയിട്ട് ഇതൊരു 3/4 വേവായോ നോക്കണം. ഒരു കഷ്ണം എടുത്ത് നോക്കാം കേട്ടോ. വേണ്ടേ. അപ്പോൾ ഒരു 3/4 വേവായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒന്ന് ഇങ്ങനെ വകഞ്ഞിട്ട് തീയൊരല്പം കൂടെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ഈ അരപ്പൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ അരപ്പൊക്കെ ചേർത്ത ശേഷം ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ മൂടി വെക്കും. ഇതേപോലെ ഒന്ന് തട്ടി പൊത്തി വെക്കുക. ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കണം. കാരണം ഈ അരപ്പിൻ്റെ ആ പച്ചച്ചവ ഒന്ന് മാറുകയും ചെയ്യണം, നല്ലപോലെ ആവി ഒന്ന് കയറുകയും ചെയ്യണം. അത്ര സമയം തിരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കടച്ചക്ക തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റിയിട്ട് നോക്കാം. നല്ലപോലെ നാവി കയറിയിട്ടുണ്ട്. നന്നായിട്ട് നാവി കയറിയ ശേഷം അരപ്പൊക്കെ ചേർത്തല്ലേ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പം നമ്മൾ കടച്ചക്ക തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പങ്ങ് നിർത്താം. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കി പോരാഴിക്കുണ്ടെങ്കിൽ എന്തെങ്കിലും പോരാഴിക്കുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. താഴോട്ട് വെക്കട്ടെ. ചോറിൻ്റെ ഒക്കെ കൂടെ എന്തെങ്കിലും ഒരു തോരനോ ഒരു മെഴുക്ക് വരട്ടിയോ ഇച്ചിരി ചമ്മന്തിയോ ഇച്ചിരി പുളിശ്ശേരി ഇതൊക്കെ നമുക്ക് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും തോരൻ വെക്കുമ്പോഴത്തേക്കും ഇതുകൊണ്ട് കടച്ചക്ക കൊണ്ട് ഇതേ രീതിയിൽ തോരൻ ഉണ്ടായിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അറിയാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. അത് ഒരു സത്യമായ കാര്യം തന്നെയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ആവശ്യമായിക്കോട്ടെ. തീർച്ചയായിട്ടും ഇതിപ്പോൾ ചോറൊന്നും വേണ്ട, ചുമ്മാ ആയാലും സ്പൂണിട്ട് കോരി തിന്നും. അത്ര ടേസ്റ്റുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ കേട്ടോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.